നിങ്ങൾക്ക് മനസ്സിലായോ ഇവരെല്ലാം കൂടി എങ്ങോട്ടാണ് ഇത്രയും വേഗത്തിൽ പോകുന്നതെന്ന്? പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഭീഷ്ടസിദ്ധിക്ക് നടത്തുന്ന ആചാരനിബിഡമായ ചടങ്ങാണ് വള്ളസദ്യ. അന്നദാന പ്രഭുവായ ആറന്മുളേശന്റെ മുൻപിൽ ഭക്തന് സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് കൂടിയാണ് ഇത്. നാളേറെയായി പങ്കെടുക്കാൻ കാത്തിരുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു. 63 ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ കൂട്ടുകളാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുന്നത്. ഈ കറികളിൽ പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, കാളൻ, രസം, പാളത്തൈര്, മോര്, അവിയൽ, ഓലൻ, എരിശ്ശേരി, കൂട്ടുകറി, പച്ചടി, കിച്ചടി, വിവിധയിനം മെഴുക്ക് പുരട്ടികൾ, തോരനുകൾ, അച്ചാറുകൾ, വിവിധ പായസങ്ങൾ, പപ്പടം തന്നെ വലുതും ചെറുതും, പഴം, അങ്ങനെ നിരവധി വിഭവങ്ങൾ ഉണ്ടാവും. വള്ളക്കാരെത്തിക്കഴിഞ്ഞാൽ പിന്നെ വള്ളപ്പാട്ടും പാടിക്കൊണ്ട് സദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകും. ഇതൊരു പ്രധാന ചടങ്ങാണ്. വഴിപാടുകാരൻ്റെ കുടുംബക്കാരൊഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണാനിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ വീട്ടുകാർ ഊണ് കഴിക്കാൻ വരാറുള്ളൂ. വള്ളപ്പാട്ടിൽ ചോദിക്കുന്ന വിഭവങ്ങൾ ഉടനടി സദ്യയിൽ വിളമ്പും. ഇങ്ങനെ ഉണ്ടു കഴിയുന്നത് വരെ ശ്രദ്ധയോടുകൂടി വിളമ്പിക്കൊണ്ടേയിരിക്കണം. അതാണ് വള്ളസദ്യയുടെ ഏറ്റവും ആകർഷണവും. ചോദിക്കുന്നതൊന്നും ഇല്ലെന്ന് പറയാൻ പാടില്ലത്രേ. എന്തായാലും ഇക്കൊല്ലത്തെ ആറന്മുള വള്ളസദ്യ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്ത വള്ളസദ്യയ്ക്ക് വേണ്ടി.